ഇതാ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഈ അനിൽകുമാറിന്റെ ആത്മഹത്യാ കേസിൽ സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് അടക്കം വന്നിരിക്കുകയാണ്. എന്താണ് ഈ സഹകരണ സ്ഥാപനത്തിൽ സംഭവിച്ചത് എന്ന്. അനിൽകുമാർ പ്രസിഡന്റായ ഫാം ടൂർ സഹകരണ സംഘത്തിൽ വ്യാപക ക്രമക്കേടെന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. വിവരങ്ങൾ നൃപൻ തന്നെ നമുക്ക് നൽകും. നൃപൻ, ഈ ഫാം ടൂർ സഹകരണ സംഘം അനിൽകുമാർ പ്രസിഡന്റായിരിക്കുന്ന സ്ഥാപനം, അതിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. ഏത് തരത്തിലുള്ള ക്രമക്കേടാണ് അവിടെ നടന്നതെന്നാണ് സഹകരണ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്? മനു, നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയുടെ തിരുമല അനിലിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ സംക്ഷിപ്ത രൂപത്തിലെ ഒരു ഭാഗം നമുക്ക് ഈ നിമിഷം പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാം. വ്യാപകമായി ക്രമക്കേട് സഹകരണ നിയമങ്ങളും പൂർണ്ണമായി ചട്ടങ്ങളിൽ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്ന തരത്തിലുള്ള ഗുരുതരമായ കണ്ടെത്തലാണ് സഹകരണ വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പ്രധാനമായി സൂചിപ്പിക്കുന്നത്. അനിൽ കുമാർ പ്രസിഡന്റായ ഫാം ടൂർ സഹകരണ സംഘത്തിൽ വ്യാപക ക്രമക്കേടെന്ന് റിപ്പോർട്ട് പറയുന്നു. ബാങ്കിൻ്റെ സർക്കുലർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പലിശ നൽകിയത് 14 ലക്ഷം രൂപയുടെ പലിശയിൽ നഷ്ടം സംഭവിച്ചു. ബാങ്ക് താൽക്കാലിക നിയമനം നടത്തിയതിൽ മാത്രം 1,18,00,000 രൂപയുടെ നഷ്ടം സംഭവിച്ചു. അനുമതിയില്ലാതെ പൊതുഫണ്ട് നഷ്ടപ്പെടുത്തിയത് 12 ലക്ഷത്തിൻ്റെ ക്രമക്കേട്. പ്രാഥമികമായിട്ടുള്ള കണക്കുകളാണ്. അനുമതിയില്ലാതെ സി ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകിയതിൽ 2.5 കോടി രൂപ കുടിശ്ശിക. അതായത് വായ്പ നൽകുന്നതിൻ്റെ മാനദണ്ഡം പാലിക്കാതെ അനുമതിയില്ലാതെ സി ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകിയതിൽ 2.5 കോടി രൂപ കുടിശ്ശികയായി. നഷ്ടമായ തുക പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വായ്പ നൽകി. നേരത്തെ ഉയർന്ന ആക്ഷേപം എന്തായിരുന്നു? നേതാക്കൾ പറഞ്ഞ പലർക്കും മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ വായ്പ കൊടുത്തു. അവരിൽ പലരും തിരിച്ചടച്ചില്ല. അതാണ് അനിൽകുമാറിന്റെ മരണത്തിന് കാരണമായ പ്രധാനപ്പെട്ട വിഷയം. തീർച്ചയായും അത് തന്നെയാണ്. നമ്മൾ നേരത്തെ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്ത 1-2 സംഭവങ്ങളുണ്ട്. 1-2 പേരുകൾ പരാമർശിക്കാതെ 1-2 ആൾക്കാരുടെ ഈ വായ്പ തിരിച്ചടയ്ക്കാത്ത ആൾക്കാരുടെ കാര്യം നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു ഭാഗമാണ് മനു പറഞ്ഞത്. അത് സി ക്ലാസ് അംഗങ്ങൾക്ക് മതിയായ രേഖകൾ ഇല്ലാതെ അനുമതികൾ നിഷേധിച്ചുകൊണ്ട് സംഘത്തിൻ്റെ സർക്കുലറിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ ചട്ടം ലംഘിച്ചുകൊണ്ട് സി ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകിയതിൽ 2.5 കോടിയുടെ കുടിശ്ശിക വന്നു എന്നതാണ്. ആ കുടിശ്ശികയാണ് അനിലിനെ സംബന്ധിച്ച് വലിയ ബാധ്യതയായി മാറിയത്. പലർക്കും ഡിപ്പോസിറ്റ് തുക തിരിച്ചു നൽകാൻ കഴിയാത്തതിലുള്ള മനോവിഷമത്തിലേക്ക് അനിൽകുമാർ മാറിയതിൻ്റെ കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നഷ്ടമായ തുക, ആകെ തുക സെക്രട്ടറിയിൽ നിന്നും ഭരണസമിതി അംഗങ്ങളിൽ നിന്നും പലിശ സഹിതം തിരിച്ചു പിടിക്കണമെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ആ റിപ്പോർട്ട് സംബന്ധിച്ച് ഗുരുതരമായ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഒപ്പം തന്നെ ബാങ്ക് വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ട് മതിയായ രേഖകൾ ില്ലാതെ വായ്പ നൽകിയത്, പലർക്കും സി ക്ലാസ് അംഗങ്ങൾക്ക് ഇത്രയും ദിവസം നമ്മുടെ മുൻപിൽ ഈ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് നിയമനങ്ങളിലടക്കം വലിയ അഴിമതികൾ നടന്നിരിക്കുന്നു എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ബാങ്കിൽ നിയമനം നടത്തിയതിൽ 1,18,00,000 രൂപയുടെ നഷ്ടം, അതായത് മതിയായി സഹകരണ ചട്ടങ്ങൾ പാലിക്കാതെ അനധികൃതമായി നിയമനം നടത്തി എന്നതാണ്. അവർക്ക് ശമ്പളം ഇനത്തിൽ നൽകിയ തുകയായിരിക്കും ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ വരാനുള്ള കാര്യം. ഒപ്പം തന്നെ ബാങ്കിൻ്റെ പല പ്രവർത്തനങ്ങളിലും സഹകരണ ചട്ടങ്ങൾ പാലിക്കാതെയാണ് എന്ന തരത്തിലുള്ള കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട്. BJP നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്കിൽ അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് BJPയുടെ സംസ്ഥാന ലീഡർഷിപ്പുമായി വളരെ ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നീലിമ M. കുറുപ്പ്. അവർക്ക് അടക്കം ഈ കാര്യത്തിൽ ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിലെ പ്രാഥമിക വിവരത്തിൽ പറയുന്നത്. ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബാങ്ക് BJPയുമായി ഒരു തരത്തിൽ ബന്ധമില്ല എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വരെയുള്ള വാദം. അതാണ് ആ ബാങ്കിലെ അംഗങ്ങളുടെ വിശദാംശങ്ങൾ നമ്മൾ പുറത്തുവിട്ടത്. അത് നമ്മൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അതിൽ ബാങ്കിലെ അംഗങ്ങളിൽ ഈ എം ഗോപാൽ എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്നത് ഇപ്പോൾ ബാങ്കിൻ്റെ ഈ BJPയുടെ പഴയ ജില്ലാ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ആണ് ഈ ബാങ്കിൻ്റെ നഷ്ടത്തിൽ കിടന്ന മറ്റൊരു വ്യക്തികൾ പ്രവർത്തിച്ചിരുന്ന ഒരു ബാങ്കിനെ ആദ്യമായി ഏറ്റെടുക്കുന്നത് ഈ ഗോപാലാണ്. ഗോപാൽ ജി എന്ന് പറയുന്ന ഇപ്പോൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹമാണ് ബാങ്കിൻ്റെ പ്രസിഡന്റായി മുൻപ് പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം BJPയുടെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട പദവി വഹിച്ചിരുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം അടക്കം ഉള്ളവരാണ് ഈ ബാങ്കിൻ്റെ ഭരണസമിതിയിൽ അംഗങ്ങളായിട്ടുള്ളത്. ഭരണസമിതി അംഗങ്ങളുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് ഈ സമയം പ്രേക്ഷകർക്ക് നൽകേണ്ടതുണ്ട്. അനിൽകുമാർ S,
കെ അനിൽകുമാർ, എം ഗോപാൽ, കെ വി രാധാകൃഷ്ണൻ നായർ, എ വി സജിലാൽ, ഒപ്പം തന്നെ മറ്റ് 3 പേരുകൾ കൂടിയുണ്ട്. ചിത്ര വി എസ്, രാജി നായർ ആർ, രാജേശ്വരി പി, ഒപ്പം തന്നെ അശ്വതി ടി എന്നിവരാണ് ബാങ്കിലെ ആകെ അംഗങ്ങൾ. അതിൽ ഈ പറയുന്ന ഗോപാൽ, എം ഗോപാൽ എന്ന് പറയുന്നയാൾ BJPയുടെ തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണ്. ഗോപാൽ ജി എന്നാണ് തിരുവനന്തപുരത്തൊക്കെ തന്നെ BJP ലീഡർഷിപ്പിലുള്ള പലരും വിളിക്കുന്നത്. ഗോപാൽ സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റായിരുന്നു. ഗോപാലാണ് ഈ സൊസൈറ്റി ആദ്യം വാങ്ങുന്നത്. അതിനുശേഷം പണം സമാഹരിച്ച് വിപുലപ്പെടുത്തുകയായിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് തിരുമല അനിൽ എന്ന അനിൽകുമാർ വരുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളും നമ്മൾ പുറത്തുവിടുകയാണ്. ഒപ്പം തന്നെ BJPക്കുള്ളിൽ ഇത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആഭ്യന്തര കലഹം നടക്കുകയാണ്. BJPയുടെ വലിയ വിള കൗൺസിലറുടെ ഭർത്താവായിട്ടുള്ള സുനിൽ കുമാർ മോഹനൻ നായർ എന്നയാൾ പരസ്യമായി ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വായ്പ എടുത്ത് വർഷങ്ങളോളം തിരിച്ചടയ്ക്കാതെ ഇരുന്നിട്ട് അനിച്ചേട്ടൻ്റെ ഭൗതിക ശരീരത്തിന് മുന്നിൽ വന്നു നിന്ന് കരയാൻ ഉളുപ്പില്ലാത്തവരും അവിടെ ഉണ്ടായിരുന്നു എന്നത് വേദനാജനകമാണ്. കാശിന് വേണ്ടി മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടവർ ഇപ്പോൾ അവരുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നു അല്ലേ നൃപൻ? തീർച്ചയായും ഈ കാശിന് വേണ്ടി മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടവരെ ഇനിയെങ്കിലും പാർട്ടിയും സംഘവും തിരിച്ചറിയുക. സംഘമെന്ന് ഉദ്ദേശിച്ചാൽ കേരളത്തിലെ സംഘത്തിനെയാണ്. നാഗ്പൂരിൽ കാര്യാലയവും വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന വടക്കരായ സംഘികളും ഇതിനേക്കാൾ ഭേദമാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇത് നിസ്സാരപ്പെട്ട ഒരാളല്ല. BJPയുടെ തൊട്ടടുത്ത് അനിൽകുമാറുമായിട്ടൊക്കെ തന്നെ അടുത്ത ബന്ധമുള്ള ഈ പറഞ്ഞ പണം പറ്റിച്ച നേതാവിനോടൊക്കെ തന്നെ വിയോജിപ്പുള്ള ഒരു പ്രധാനപ്പെട്ട വിഭാഗത്തിൻ്റെ വക്താവ് കൂടിയാണ് അദ്ദേഹം വലിയ വിള കൗൺസിലിൻ്റെ ജീവിത പങ്കാളിയാണ്, ഭർത്താവാണ് ഈ സുനിൽകുമാർ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ BJPയിൽ ഒരു വിഭാഗം നേതാക്കൾ ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ശക്തമായ എതിർപ്പുണ്ട്. വലിയ മാനസിക ബുദ്ധിമുട്ടിലാണ്. ഇനി രാജീവ് ചന്ദ്രശേഖരൻ ചോദ്യങ്ങൾ നേരിടാൻ പോകുന്നത് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നുകൂടിയായിരിക്കില്ലേ? അവരെയും നമ്മളെ ഭീഷണിപ്പെടുത്തിയതുപോലെ ഭീഷണിപ്പെടുത്താൻ കഴിയുമോ? അതല്ലെങ്കിൽ ചീത്ത വിളിച്ചോടിക്കാൻ കഴിയുമോ? അപ്പോൾ ഇനി ചോദ്യങ്ങൾ അവിടെ നിന്നുകൂടി രാജീവ് ചന്ദ്രശേഖരൻ നേരിടേണ്ടി വരില്ലേ? തീർച്ചയായും മനു, കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ നാം റിപ്പോർട്ട് ചെയ്ത 1-2 പേരുകളുണ്ടായിരുന്നു. പേരുകൾ നമ്മൾ പരാമർശിച്ചില്ല എങ്കിലും ഈ വലിയ തരത്തിൽ അനിലിൻ്റെ വിയോഗത്തിന് ശേഷം പൊട്ടിക്കരഞ്ഞ് കൂടെ നിന്ന പലരും അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടിൽ പങ്കാളികളാണ് എന്നും വായ്പ എടുത്തിട്ട് തിരിച്ചു നൽകാതെയാണ് ഈ തരത്തിലുള്ള പ്രകടനം നടത്തിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. അതുകൂടി സ്ഥിരീകരിക്കുന്നതാണ് BJPയുടെ പ്രവർത്തകരുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ സംസ്ഥാന ലീഡർഷിപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ സംസ്ഥാന പ്രസിഡന്റ് ആക്രോശത്തോടെ നേരിടുകയല്ല വേണ്ടത്, മാന്യമായി പെരുമാറുകയാണ് വേണ്ടത്. BJPക്കുള്ളിൽ ഒരു നേതാവ് ആത്മഹത്യ ചെയ്യുന്ന വക്കിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുകയും കുറ്റം ഏറ്റുപറയുകയും അനിലിനെ തങ്ങൾക്ക് സംരക്ഷിക്കാനായില്ല, BJP നേതാക്കളാണ് വായ്പയെടുത്ത് മുങ്ങിയത്, അതിൻ്റെ ഭവിഷ്യത്താണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് വന്നത്, അല്ലാതെ പോലീസിൻ്റെ പീഡനമല്ല, ഇങ്ങനെ വ്യാജമായി നടത്തിയ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് യഥാർത്ഥ വസ്തുത ജനങ്ങളോട് പറയുകയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച BJP ലീഡർഷിപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കളെ നടപടിയെടുക്കുകയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ചെയ്യേണ്ടത്. മനു, ഈ സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലുണ്ടല്ലോ. അതായത് ഈ ഭരണസമിതി മുഴുവൻ അതിന് ഉത്തരവാദികളാണല്ലോ സ്വാഭാവികമായിട്ടും വരിക. സെക്രട്ടറി അടക്കമുള്ളവർ അതിന്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ കൈകളിൽ നിന്നെല്ലാം പണം ഈടാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തെ അനിലിന്റെ മാത്രം തലയിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നില്ലേ BJP നേതൃത്വം അവിടെ ചെയ്തത്? ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ നേതൃത്വത്തിന്റെ കാല് പിടിക്കുന്ന സാഹചര്യം വരെ ആ പാവപ്പെട്ട മനുഷ്യനുണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. എൻ്റെ തലയിലേക്ക് ഇതെല്ലാം കൊണ്ടിടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ സാങ്കേതികമായി ആത്മഹത്യ എന്ന് പറയാമെങ്കിൽ പോലും അതൊരു കൊലപാതകമായിട്ട് തന്നെ പറയണ്ടേ? ആ ഇടപെടലുകളുടെ ഫലമായിട്ടല്ലേ ആ മനുഷ്യർ ജീവൻ വെടിയേണ്ടി വന്നത്? തീർച്ചയായും മനു, ഈ മരണത്തിന് മുമ്പ് 10 ദിവസത്തിന് മുമ്പ് നൽകിയ പരാതിയാണ് നമ്മൾ നേരത്തെ വത്സലയുടെ പരാതിയുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത്. ഒപ്പം തന്നെ വത്സലയ്ക്ക് ഈ മരണ ദിവസത്തിൻ്റെ തലേദിവസം ചില ഉറപ്പുകൾ നൽകിയിരുന്നു. അതായത് കുറച്ച് തുകയെങ്കിലും നൽകാമെന്ന്. അങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട അദ്ദേഹം തന്നെ കൈപിടിച്ചുയർത്തി BJPയിലേക്ക് കൊണ്ടുവന്ന ഒരു കൗൺസിലർ അവിടെ നിന്ന് വായ്പ എടുത്തിട്ട് വർഷങ്ങളായിട്ടുള്ള വായ്പാ കുടിശ്ശികയുണ്ട്. ആ തുകയിൽ ഒരു വിഹിതമെങ്കിലും നൽകി ഈ പറഞ്ഞ
നിർധരരായിട്ടുള്ള രോഗിക്ക് നൽകണം എന്ന കാര്യം അനിൽ മുന്നോട്ട് വയ്ക്കുന്നു. ഇത് ബാങ്കിൽ വെച്ചും അനിൽ പറയുന്നു. അനിൽ ബാങ്കിൽ വെച്ച് ഇക്കാര്യങ്ങൾ പറയുമ്പോൾ വലിയ തരത്തിലുള്ള വാക്കേറ്റമുണ്ടായി. അത് മരണത്തിന് തൊട്ട് തലേ ദിവസമാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. വേണമെങ്കിൽ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കാൻ BJPയുടെ ലീഡർഷിപ്പ് തയ്യാറാകേണ്ടതാണ്. അവിടെ വെച്ച് ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നീലിമ M. കുറുപ്പ് വളരെ പ്രകോപനപരമായി സംസാരിക്കുകയും ഇത്തരം ബാധ്യതകൾ തനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അനിൽകുമാറിനെ തള്ളിക്കളയുകയും ചെയ്തു. തുടർന്ന് ഈ കൗൺസിലറോടക്കം അദ്ദേഹം അപേക്ഷപൂർവ്വം പറഞ്ഞതാണ് എങ്ങനെയെങ്കിലും കുറച്ച് വിഹിതമെങ്കിലും തരണമെന്ന്. പക്ഷേ ആ കൗൺസിലറും ആ വനിതാ കൗൺസിലറും അനിൽകുമാറിനെ തള്ളിക്കളഞ്ഞു. മറ്റ് ഒരു പ്രധാനപ്പെട്ട BJPയുടെ ഏരിയ പ്രസിഡന്റ് അടക്കം അവിടെ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. ബിസിനസ്സോ മറ്റ് കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസായി കൂടിയാണ്. അദ്ദേഹവും ഈ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങളുടെ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോടും ഈ യാചനാപൂർവ്വം അദ്ദേഹം ചോദിച്ചു എന്നതാണ്. പിന്നെ സഹപ്രവർത്തകരോടെല്ലാം താൻ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന കാര്യം അനിൽകുമാർ വെളിവാക്കുകയുണ്ട്. അവരിൽ നിന്ന് അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ ഗുരുതരമായ കണ്ടെത്തലാണ് സഹകരണ വകുപ്പ് നടത്തിയിട്ടുള്ളത്. ആ കണ്ടെത്തൽ ഏറ്റവും ഗൗരവതരമായ കാര്യം ബാങ്കിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെ പൂർണ്ണമായ ക്രമവിരുദ്ധമായ നടപടികൾ അവിടെ നടന്നു. നിയമനങ്ങളിൽ കോടികളുടെ അഴിമതി നടത്തി. അനധികൃതമായി പലർക്കും C ക്ലാസ് അംഗങ്ങൾക്ക് വായ്പകൾ നൽകി. ആ വായ്പകൾ നൽകിയ BJP നേതാക്കളൊന്നും പണം തിരിച്ചടച്ചില്ല എന്നതാണ് വസ്തുത. അതിൻ്റെ ഇരയായിട്ടാണ് അനിൽകുമാർ മരിച്ചത്. BJP ലീഡർഷിപ്പിന് ഈ വിഷയത്തെ പരിഹരിക്കാനോ അദ്ദേഹത്തിനെ സംരക്ഷിക്കാനോ കഴിഞ്ഞില്ല. BJP ലീഡർഷിപ്പിൻ്റെ അല്ല ബാങ്ക് എന്ന BJP നേതാക്കളുടെ വാദവും പൊളിയുകയാണ്. ഈ M. ഗോപാൽ എന്ന് പറയുന്നത് BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റാണ്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണ്. അദ്ദേഹമാണ് ഈ ബാങ്കിനെ ആദ്യം വാങ്ങുകയും തുടർന്ന് ഈ പറഞ്ഞ വായ്പകൾ അടക്കം നൽകി ബാങ്കിനെ വലിയ രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയും തുടർന്ന് അനിൽകുമാറിന് നൽകുകയായിരുന്നു. അനിൽകുമാറിൻ്റെ ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ FD നിക്ഷേപങ്ങൾ ഇവിടെ വരുന്നത്. ആ ഘട്ടത്തിൽ പണങ്ങൾ പലരിൽ നിന്നും വ്യക്തിപരമായി സ്വീകരിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചയാൾ അനിൽകുമാറാണ്. അത് BJPയുടെ ബന്ധം അദ്ദേഹം പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വായ്പ നൽകിയ പണം തിരിച്ചു മടക്കി കൊടുക്കാൻ കഴിയാത്തതോടുകൂടി ഈ നിക്ഷേപം സ്വീകരിച്ച പലരും അനിൽകുമാറിനെ ബന്ധപ്പെട്ടു. പക്ഷേ അനിൽകുമാർ നിസ്സഹായമായി. BJP ലീഡർഷിപ്പ് കൈവെടിയുകയും ചെയ്യും. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് അനിൽകുമാറിൻ്റെ തിരുമല അനിലിൻ്റെ ആത്മഹത്യ. മനു, ഏറ്റവും ദയനീയമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. BJP നേതൃത്വത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ മൂലമാണ് ആ മനുഷ്യന് മരണപ്പെടേണ്ടി വന്നത് എന്ന ഏറ്റവും സങ്കടകരമായ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പുറത്തേക്ക് വരുന്നത്. വലിയ തോതിലുള്ള തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. എന്തുകൊണ്ടായിരിക്കാം രാജീവ് ചന്ദ്രശേഖരൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ സുലേഖയുടെ നേർക്ക് തട്ടിക്കയറിയത്, ഭീഷണിപ്പെടുത്തിയത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അവർക്ക് ഒളിക്കാൻ പലതുണ്ട്, അവർക്ക് മറയ്ക്കാൻ പലതുണ്ട്. പക്ഷേ സത്യത്തെ അധികകാലം മൂടിവെക്കാൻ കഴിയില്ല. അതിങ്ങനെ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. നമ്മളത് എത്രയോ ഇടങ്ങളിൽ കണ്ടതാണ്, എത്രയോ ഇടങ്ങളിൽ കേട്ടതാണ്. മരണത്തിന് ശേഷവും ആ മനുഷ്യനെ അധിക്ഷേപിക്കുകയാണ് BJP നേതൃത്വം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.